ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വലിയ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ കർക്കിടക മാസത്തിലെ നമ്മളുടെ മുടി സംരക്ഷണം ആ ഒരു ടോപ്പിക്കാണ്. മുടി സംരക്ഷണം മാത്രമല്ല, നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മലയാളികൾക്കൊരു പ്രത്യേകതയുള്ള മാസം കൂടിയാണല്ലേ. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേക ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ മാത്രമല്ല, ആരോഗ്യ കാര്യങ്ങളിലും അതേപോലെ തന്നെ നമ്മൾ കുറച്ചധികം ശ്രദ്ധ കാണിച്ചിരിക്കണം. കാരണം നമ്മൾ ഈ നല്ല മഴക്കാലമൊക്കെയാണ് നമ്മളുടെ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് നമുക്ക് ശരീരത്തിനൊക്കെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഇതേ ശ്രദ്ധ തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ കാര്യത്തിലും മുടിയുടെ കാര്യത്തിലും നമ്മൾ കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ധാരാളം മുടി കൊഴിച്ചിൽ, ഒരുപാട് മുടിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, ഒരുപാട് മുടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യണം, ഈ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളുടെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക എന്താ പറയുക, കുറച്ചധികം ശ്രദ്ധ നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കണ്ടല്ലേ. അപ്പോൾ അത് എന്താണെന്നും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യ. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഹെയർ പാക്ക് നോക്കാം. ഹെയർ പാക്കൊക്കെ ഒരുപാട് എന്താ പറയുക, കുറച്ചധികം അപ്ലൈ ചെയ്യുന്നവർ കൂടുതലാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെ, വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു മാസം എങ്കിലും നിങ്ങൾ കുറച്ച് കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭയങ്കര കട്ടിയായിട്ടുള്ളത് അത് നമുക്ക് മാക്സിമം അത് എന്താ പറയുക, തിക്കാക്കാതെ ലൂസാക്കി എടുക്കാനും കഴിയും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉലുവയൊക്കെ ഹെയർ പാക്കറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ കുതിർത്തിട്ട് നമ്മൾ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ അത് ആഡ് ചെയ്ത് നമ്മൾ അരച്ചിട്ട് ഒരു തുണിയിലോ മറ്റോ അരിച്ചെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒരുപാടങ്ങ് കട്ടിക്ക് വാരി വലിച്ച് തേക്കാനൊന്നും പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു പാക്ക് നിങ്ങൾ തലയിൽ വെച്ചിരിക്കാനും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ പാക്കിലുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നനഞ്ഞ മുടി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് തന്നെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ആ ഒരു രീതി നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കരുത്. അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നനഞ്ഞ മുടി കെട്ടിവെക്കാൻ പാടില്ല. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച്, നമ്മൾ മഴ സമയമാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾക്ക് മുടിക്കായ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യത, താരൻ വരാനാ, നമ്മൾ തലയിൽ ഇൻഫെക്ഷൻ പോലെ ആയിട്ട് താരനൊക്കെ ആയിട്ട്, താരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നേ അല്ല. അത് കുറച്ച് നമ്മൾ എന്താ പറയുക, കുറച്ച് നല്ലൊരു എന്താ പറയുക, കുറച്ച് അധികമായിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ താരം വന്നിട്ട് നമ്മളുടെ സ്കിന്നെല്ലാം, തലയിലെ ആ സ്കാൽപ്പിൽ സ്കിന്നെല്ലാം അടർന്ന് മാറി മുടിയെല്ലാം കൊഴിഞ്ഞ് മുട്ടയായി പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി പോകാവുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് ഈ താരൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും താരൻ്റെ കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ പുലർത്തുക. അപ്പോൾ താരൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. താരനും മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിക്കായ, മുടി പൊട്ടിപ്പോകുന്നത്, സ്പ്ലിറ്റ് എൻഡ്സ്, ഇതൊക്കെ ഉണ്ടാവാൻ ഇതൊരു കാരണം തന്നെയാണ്. നനഞ്ഞ മുടി ചെയ്യുക അല്ലെങ്കിൽ നനഞ്ഞ മുടി കെട്ടിവെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു മാസമെങ്കിലും കുറഞ്ഞത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും നിങ്ങൾ ഈ മാസം മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്തത് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് ഹോട്ട് ഓയിൽ മസാജ്. ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് പറ്റുമെങ്കിൽ ഒരു സ്റ്റീമൊക്കെ കൊടുത്ത് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് നമ്മൾ ഹോട്ട് ഓയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു മസാജാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഹോട്ട് ഓയിൽ മസാജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ട് ഓയിൽ മസാജ് നമുക്കറിയാം വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഹോട്ട് ഓയിൽ മസാജ് നമുക്ക് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്, ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. പക്ഷേ ഈ ഒരു മാസത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുന്നത്. നമ്മളിത് എല്ലാവരും ചെയ്യാറുള്ളത്, നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നു, നമ്മൾ എന്താ പറയുക ഏതെങ്കിലും ഒരു ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുന്നു, കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഇതിനേക്കാളും നമുക്ക് ഈ ഒരു മാസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് താളിയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ താളി ഉപയോഗിച്ച് മാത്രം ആ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ താളി ഉപയോഗിച്ച് മാത്രം തല കഴുകാനൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ഒന്നും എന്താ പറയുക നമ്മളുടെ ചെമ്പരത്തി താളിയോ അങ്ങനെയൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊന്നും കിട്ടാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി താളിയോ അത് വേറെ ഏത് താളിയോ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങാടിക്കടയിലോ മറ്റോ ചെന്നിട്ട് നിങ്ങൾക്ക് മറ്റേ ശീകക്കായ പൗഡറില്ലേ അതോ അതല്ലെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും പൗഡർ നിങ്ങൾക്കിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് ഏത് പൗഡറാണോ ഏത് താളിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം, വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള പയറുപൊടി കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് തല വാഷ് ചെയ്ത് കളയാൻ. അപ്പോൾ ഈ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ ഈ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുമ്പോൾ താളിയോ അങ്ങനെയുള്ള പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത ഞാനൊരു കാര്യം പറയുന്നത്, നമ്മൾ കുളിക്കുന്ന ഒരു സമയത്ത് കുളിക്കുന്ന ആ ഒരു വെള്ളത്തിൽ നമ്മളുടെ പനിക്കൂർക്കയിലയില്ലേ, പനിക്കൂർക്കയില അതല്ലെങ്കിൽ നമ്മളുടെ ആര്യവേപ്പില, നെല്ലിയില, നമ്മൾ ഏതെങ്കിലും ഒരു ഇല, തുളസിയില, ഇതിലേതെങ്കിലും ഒരു ഈ 4 ഇല ഞാൻ പറഞ്ഞല്ലോ, അതിലേതെങ്കിലും ഒരു ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആ ഒരു കുളിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി കൊടുത്തിട്ട് നിങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് താരനും തലയിൽ എന്തെങ്കിലും അലർജി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വരാതിരിക്കാനും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഹോട്ടലിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്ന നമ്മൾ മുടി ഡ്രൈ ചെയ്യില്ലേ, മുടി ഡ്രയറൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചൂടുവെള്ളത്തിൽ, കൂടുതലും ആൾക്കാർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും ഇഷ്ടമല്ലേ. ഒരു ഓവർ എന്താ പറയുക തണുപ്പൊക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ തലയിൽ ചൂടുവെള്ളം ഒഴിക്കാനേ പാടില്ല. നമ്മളുടെ മുടിക്ക് അത് വളരെയധികം കേടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തല കഴിയുമ്പോൾ ഷാമ്പു പ്രത്യേകം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാനേ പാടില്ല. അഥവാ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ, അതിൽ കൂടാനേ പാടില്ല. അത്രയും തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താളിയാണ് ഏറ്റവും ബെസ്റ്റ്, ഞാൻ അതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ ഈ ഒരു സമയത്തെങ്കിലും. പിന്നെ നിങ്ങൾ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക, കഴിയുന്നതും നിങ്ങൾ അത് ഒഴിവാക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ പറയുക, പോകെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല ഹെയർ പാക്കുകളും നമ്മളുടെ ഫേസ് പാക്കുകളും നിങ്ങൾക്ക് എന്താ പറയുക തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ മുടിയുടെ കാര്യം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൂ, സ്കിന്നിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് പോകെ പറഞ്ഞുതരാം. പിന്നെന്ന് വെച്ചാൽ മുടിയുടെ കാര്യത്തിലായാലും സ്കിന്നിൻ്റെ കാര്യത്തിലായാലും മഴക്കാലം ആയാലും നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും മിനിമം ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അത് നമ്മളുടെ മുടിക്കും സ്കിന്നിനും ഫുൾ ബോഡിക്കും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം നന്നായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു മാസം നന്നായിട്ട്
എന്താ പറയുക, എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണും വരെ. ബായ്.